ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച വിജയങ്ങൾ പറയുമ്പോൾ 2 IITians പറയും. ഏതൊക്കെയാ? ഒന്നാമത്തെ ആള് ഷെജിൻ ഷാ, IIT മദ്രാസ്. രണ്ടാമത്തത് അനഘ, IIT ഖരഗ്പൂർ. പക്ഷെ അതിനോടൊപ്പം MGM അഭിമാനപൂർവ്വം വെക്കുന്ന പേരാണ് ആര്യൽ എന്ന് പറയുന്ന പേര്. ആ വിദ്യാർത്ഥിക്ക് +2-ന് 70% മാർക്കേ ഉള്ളൂ. സ്കൂള് പരാജയപ്പെട്ടു, ശരിയല്ലേ? ഷിബുസാറിന്റെ ഒരു പരാജയമാണ്. 98% മാർക്കുള്ള +2കാരന്റെ ഇടയിൽ ഒരു 70%കാർ. പക്ഷെ അവൻ MGR യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് റാങ്ക് ആണ് എൻട്രൻസ്. MGR യൂണിവേഴ്സിറ്റി 14 സീറ്റുകളിലേക്ക് വേണ്ടി നടത്തിയ എൻട്രൻസ് പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് ആണ്. കാരണം അവൻ ഒരു കമ്പോസറാണ്, മ്യൂസിക് കമ്പോസറാണ്. ആ മ്യൂസിക് കമ്പോസർ എന്ന് പറയുന്ന ടാലന്റ് ഞങ്ങൾ കണ്ടെത്തിയത് ഞങ്ങളുടെ സ്കൂളിലെ പ്രോഗ്രാംസ് മുഴുവൻ എഡിറ്റ് ചെയ്യുന്നത്, ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് ഈ വിദ്യാർത്ഥികളായിരുന്നു. അവരെ കണ്ടെത്തി അവർക്ക് വേണ്ടി എൻട്രൻസുകൾ സെറ്റ് ചെയ്തു, അവർക്ക് വേണ്ടി അതിനനുസരിച്ചുള്ള ഗൈഡൻസ് കൊടുത്തു. രക്ഷിതാക്കൾ MBBS ആണെന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായില്ല. അവനോട് പറഞ്ഞു, നീ പോയി ഈ എൻട്രൻസ് എഴുത്, രക്ഷിതാവിനോട് ഞാൻ സംസാരിച്ചോളാം, സമയമാകട്ടെ. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു. ഇന്നവൻ ചെന്നൈയിലുണ്ട്. ചെന്നൈ MGR യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആയി. എല്ലാ ദിവസവും അദ്ദേഹത്തിന് ഒരു മെസ്സേജ് എനിക്കുണ്ടാവും. ഞാനിപ്പോൾ ഒരു ലെജൻഡിനോട് 6 മണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞു സാറേ എന്ന് പറഞ്ഞായിരുന്നു ലാസ്റ്റ് വാട്സപ്പ് മെസ്സേജ് എനിക്ക് വന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കുട്ടികളെ സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ രക്ഷിതാക്കൾ ചെയ്യേണ്ടത് കുട്ടികളുടെ ടാലന്റ് മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം. അതിലാദ്യം കുട്ടികളെ ശ്രദ്ധിക്കണം. കുട്ടികൾ ചിലപ്പോൾ നന്നായി സംസാരിക്കുന്നവരാകും, നല്ലപോലെ എഴുതുന്നവരാകും, നന്നായി പാട്ടുപാടുന്നവരാകും. ഇവർക്കെല്ലാം പറ്റിയ കോഴ്സസ് ഉണ്ട്, ഏറ്റവും പറ്റിയ കോഴ്സസ് ഉണ്ട്. ഇവിടെ അഭിനവ് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, IITയിൽ പഠിച്ചാലുള്ള ഗുണം. സത്യത്തിൽ IITയിൽ നിന്ന് ഏറ്റവും നല്ല എഞ്ചിനീയേഴ്സ് മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യക്ക് ഏറ്റവും മഹത്തായ ചില വ്യക്തികളെ IIT കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതും ഇന്ത്യയിലെ ഏറ്റവും മികച്ച IITകൾ. അതിലൊരാളെ പേര് പറയാമോ? IITian ആണ്, പക്ഷെ ടെക്നോക്രാറ്റ് അല്ല. നിങ്ങളെല്ലാരും ചേതൻ ഭഗത് എന്ന് കേട്ടിട്ടുണ്ടോ? ആരാ അദ്ദേഹം? ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ റൈറ്ററാണ് അദ്ദേഹം. അദ്ദേഹം IITian ആണ്. കാരണം എന്താന്ന് വെച്ചാൽ IITസിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, അത് കുറച്ച് സമയം മാത്രം. ബാക്കി സമയം മുഴുവൻ നിങ്ങൾ വിവിധ ക്ലബ്ബുകളിലെ മെമ്പറുകളായിരിക്കും. ഒന്നുകിൽ ലിറ്റററി, അല്ലെങ്കിൽ നിങ്ങൾ സിവിൽ സർവീസ്, അല്ലെങ്കിൽ ആർട്സ്, അല്ലെങ്കിൽ മ്യൂസിക് കമ്പോസർ. ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഫുട്ബോൾ കളിക്കാനായിരിക്കും. ആ ഫുട്ബോൾ കളിക്കാൻ ചെല്ലുന്ന ഗ്രൗണ്ടുകളിലേക്ക് നിങ്ങൾ നോക്കിയാൽ ഒരു സമയം 9 ടീമുകൾക്ക് കളിക്കാം. എന്ന് പറഞ്ഞാൽ 18 ടീം, 9 പേര് കളിക്കുന്നുണ്ടാവും. 11സിന്റെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഗ്രൗണ്ടുകളാണ് അവിടെ ഉള്ളത്. ഇൻഡോർ ഷട്ടിൽ കോർട്ടുകളുടെ എണ്ണം 13ഓ 14ഓ ആണ് IIT മദ്രാസിൽ. അതോടൊപ്പം ഒളിമ്പിക് സൈസിൽ നിങ്ങൾക്ക് അവിടെ നീന്തൽ കുളങ്ങളുണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്. 650 ഏക്കറിനകത്ത് 5 സ്റ്റാർ ഫെസിലിറ്റി നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥം നിങ്ങൾ IITയെ കുറിച്ച് മാത്രം സ്വപ്നം കാണണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ ആകമാനമുണ്ട്. IITs മാത്രമല്ല, ഏറ്റവും നല്ല ഡിസൈൻ പഠിക്കാൻ NID ഉണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. നിങ്ങൾ നന്നായി ഇംഗ്ലീഷിൽ പ്രാവീണ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് FLUവിലേക്ക് പോകാം. FLU എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാം. 360 രൂപ ഫീസോടുകൂടി നിങ്ങളെ പഠിപ്പിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഹൈക്കമ്മീഷണറുടെ ഓഫീസിലേക്ക് പോയിരുന്ന് ജോലി ചെയ്യാം. കാരണം ഇതിനുള്ള കുട്ടികളെ വാർത്തെടുക്കുന്നത് അവിടെയാണ്. അങ്ങനെ നാഷണൽ ലെവലിൽ നമുക്ക് ഏതിന് സ്കില്ലുണ്ടെങ്കിലും, നമ്മൾ എപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നിർമ്മല സീതാരാമൻ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ. ആക്ച്വലി അവരൊരു യഥാർത്ഥ പൊളിറ്റീഷ്യൻ ആണോ? അവർ പൊളിറ്റീഷ്യൻ ആയി മാറിയതാണ്. കാരണം അവർ പഠിച്ചത് JNUവിലാണ്. JNU എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾ വന്നണയുന്നൊരു സ്ഥലമാണ്. അവിടെ ഇരുന്ന് നിങ്ങൾ എക്കണോമിക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ഇന്ത്യയുടെ ഫിനാൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ, ലോകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കേൾക്കുന്നവൻ നാളെ ഇന്ത്യ ഭരിക്കാൻ പോകുന്നവനാണ്.
അപ്പോൾ അവൻ്റെ മനസ്സിൽ ആദ്യം കത്തും എന്താണ്, ഇയാളെ കൂടി കിട്ടിയാൽ എൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ ആക്കാം, ഇയാളെ കിട്ടിയാൽ എൻ്റെ ഫോറിൻ മിനിസ്റ്റർ ആക്കാം. ഇങ്ങനെയാണ് ഈ ഡൽഹി ബേസ് ചെയ്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിച്ചാൽ സെന്റ് സ്റ്റീഫൻസ് കോളേജ് അടക്കമുള്ള, മിറിൻഡ കോളേജ് അടക്കമുള്ള ഇന്ത്യയിലെ മികച്ച ഡൽഹി യൂണിവേഴ്സിറ്റി കോളേജിൽ പൊളിറ്റിക്സ് പഠിക്കുന്ന, എക്കണോമിക്സ് പഠിക്കുന്ന, അക്കൗണ്ടൻസി പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർ ലോകത്തിൽ മാർക്ക് ചെയ്യപ്പെടുന്ന രീതിയിൽ റിമാർക്കബിൾ ആയിട്ടുള്ള പൊസിഷനിലേക്ക് പോകുന്നതിൽ ഏറ്റവും പ്രാധാന്യം അതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് KMJയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ 2 പേർ ഇന്ന് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട് എന്നാണ്. അതായത് ഞാൻ വന്നതിന് ശേഷമല്ല ഇവിടെ അത്ഭുതങ്ങളൊന്നും നടക്കുന്നത്, ഇത് പണ്ടേ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. എനിക്കും എന്തൊക്കെയോ ചെറിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത്രയേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഓൾറെഡി ഇത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, ഓൾറെഡി സെറ്റാണ്. സോ ഇനി ഞാൻ എൻ്റെ മാത്ലറ്റിനെ കുറിച്ച് പറയാം. അപ്പം ഞങ്ങളുടെ കാര്യങ്ങൾ ആദ്യം പറഞ്ഞു. ഓരോ കുട്ടിയെയും ഐഡൻറ്റിഫൈ ചെയ്യാം. 1 വർഷത്തെ പ്രോഗ്രാമാണ്. ഞങ്ങൾ വന്നു നിൽക്കുന്ന KMJയിൽ ഞങ്ങളത് ചെയ്യും. ഓരോ കുട്ടിയെയും മനസ്സിലാക്കും. പടം വരയ്ക്കാൻ കഴിവുണ്ടോ, എന്തൊക്കെ ടാലൻ്റ് ഉണ്ട്, മാത്തമാറ്റിക്സ് ചെയ്യാൻ കഴിവുണ്ടോ, അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തും കുട്ടിയുടെ പഠനത്തിൽ, അവൻ്റെ ലൈഫിന്. പാരൻസിനോട് സംസാരിക്കും. സമയം വേണം. ഞങ്ങളിപ്പോൾ 10th കോൺസെൻട്രേറ്റ് ചെയ്തത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക് അവേഴ്സ് ആണ്. ലാംഗ്വേജ് മസ്റ്റാണ്. അതിനോടൊപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാത്തമാറ്റിക്സ്. നമ്മൾ 7ാം ക്ലാസ്സിൽ ഒരു കുട്ടിയോട് ചോദിക്കുകയാണ്, ആഡ് ചെയ്യാൻ അറിയാമോ? ചെയ്യാൻ അറിയാം. പക്ഷെ ഒരു 5 നമ്പർ ആഡ് ചെയ്യാൻ കൊടുത്താൽ ചിലപ്പോൾ ആ കുട്ടി ഒരു 4 മിനിറ്റ് എടുക്കും. 5 നമ്പർ നമ്മൾ ആഡ് ചെയ്യാൻ കൊടുത്താൽ ആ കുട്ടി 4 മിനിറ്റ് കൊണ്ടോ 5 മിനിറ്റ് കൊണ്ടോ ആയിരിക്കും ആ 5 നമ്പർ എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്ത് തരുന്നത്. സത്യത്തിൽ അതാണോ കാൽക്കുലേഷൻ സ്പീഡ്? അത് പോരാ. നേരത്തെ ഇവിടെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നീറ്റിന് കിട്ടുന്നത് 1 മിനിറ്റാണ് ഒരു ചോദ്യത്തിന്. ഒരു ചോദ്യം 180 ചോദ്യത്തിന് 180 മിനിറ്റ്. നമ്മളെല്ലാ രക്ഷിതാക്കളും എൻട്രൻസ് സ്വപ്നം കാണുന്നു, ഡോക്ടേഴ്സ് ആക്കണമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമ്മൾ മനസ്സിൽ കാണുന്നത് എന്താ, +2 കഴിഞ്ഞ് റിപ്പീറ്റിന് വിട്ട് ഡോക്ടറാക്കാം. ഞാൻ പറയും മണ്ടത്തരാണ്. എന്താ പ്രശ്നം? ഒരു കുട്ടിക്ക് 1 മിനിറ്റ് കൊണ്ട് ഒരു പ്രോബ്ലം ചെയ്യണം. ആ 1 മിനിറ്റ് കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ വായിക്കണം, അർത്ഥം മനസ്സിലാക്കണം, ഇക്വേഷൻ കൊണ്ടുവരണം, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അത് സോൾവ് ചെയ്യണം, ആൻസർ മാർക്ക് ചെയ്യണം. എങ്കിലേ അയാൾക്ക് ആ 1 മിനിറ്റ് കൊണ്ട് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. ആ സ്കില്ല് കണ്ടന്റ് പഠിച്ചാൽ കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയുണ്ട്. സത്യത്തിൽ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം തുടങ്ങേണ്ടത് വളരെ ചെറിയ ക്ലാസ്സിലെയാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ 12ാം ക്ലാസ്സിലെ കോൺസെപ്റ്റ് 6ൽ പഠിക്കണമെന്നല്ല. 6ാം ക്ലാസ്സിൽ നിങ്ങൾ അഡീഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും പഠിച്ചിട്ടുണ്ട് എങ്കിൽ അത് 10, 20, 30 സെക്കൻഡ് കൊണ്ട് ഒരു പ്രോബ്ലം ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് കഴിയണം. ആ കുട്ടി സ്വാഭാവികമായും എൻട്രൻസ് പരീക്ഷകൾ മുന്നോട്ട് വരുമ്പോൾ വിജയിക്കും. അതാണ് നമ്മുടെ മാത്ലറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ലക്ഷ്യം. നേരത്തെ അമൻ ഫാത്തിമ അവതരിപ്പിച്ച അമൻ ഫാത്തിമ പറഞ്ഞു 30 മിനിറ്റ് കൊണ്ട് 75 ക്വസ്റ്റ്യൻ ചെയ്യുന്ന കുട്ടികൾ. ഓക്കെ, ഇത് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾക്ക് അത് ലഭിക്കുന്നുണ്ട്. സ്വാഭാവികമായും നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, മാത്തമാറ്റിക്സിൽ ഒരു കുട്ടി ബ്രില്യൻ്റ് ആണെന്ന് പറഞ്ഞാൽ, നമ്മളോടൊപ്പം പഠിച്ചിരുന്ന ആരെങ്കിലും മാത്തമാറ്റിക്സിൽ ബ്രില്യൻ്റ് ആയിരുന്നു എങ്കിൽ അയാൾ മലയാളത്തിലൊക്കെ ഇച്ചിരി പിറകിലായിരുന്നെങ്കിലും, ഹിസ്റ്ററിയിൽ പിറകിലായിരുന്നെങ്കിലും ഇന്ന് അയാളുടെ ലൈഫിൽ അയാൾ പരാജയപ്പെട്ടിട്ടുണ്ടാകില്ല. അയാൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്തുണ്ടാവും. പണ്ട് നമ്മളോട് പഠിച്ച ഏറ്റവും പെട്ടെന്ന് മാത്തമാറ്റിക്സ് സോൾവ് ചെയ്യുന്ന ആരെയും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, അവൻ്റെ ജീവിതത്തിൽ അവനൊരു പൊസിഷനിലേക്ക് എത്തിക്കാണും. കാരണം മാത്തമാറ്റിക്സ് നമ്മുടെ തിലകൻ പറയുന്നത് പോലെ, എന്താണ് തിലകൻ ഒരു സിനിമയിൽ പറയുന്നുണ്ട്, എന്താണ് വിത്തൗട്ട് മാത്തമാറ്റിക്സ് എന്താണ് ലോകം ഒരു വട്ടപൂജ്യമാണ് എന്ന് പറയുന്നത് പോലെ, ലോകം വട്ടപൂജ്യമാണോ അല്ലയോ എന്നുള്ളതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടത്. കാര്യം മാത്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിന് വേണ്ടിയിട്ടാണ് മാത്ലറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം വരുന്നത്. അത് 8 ബുക്ക്ലെറ്റുകളാണ് അതിനകത്തുള്ളത്. അത് സിമ്പിൾ അഡീഷനിൽ തുടങ്ങി ഒരു കുട്ടിക്ക് എഴുതാൻ കഴിയുന്ന ഏറ്റവും മികച്ച മാത്സിൻ്റെ കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മാത്സ് ഒളിമ്പിയാഡാണ്. അതുവരെയുള്ള കണ്ടന്റ് ആണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് ഇതിൽ വരുന്നത്. അതിനോടൊപ്പം സയൻസും ഇതിനെ എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതും ഈ ബുക്കുകളിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് മാത്ലറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം.
അതോടൊപ്പം ഞങ്ങൾ പറഞ്ഞു കരിയർ ഗൈഡൻസ്. നിങ്ങൾ ഓരോ രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത്തരം പ്രോഗ്രാമുകളിൽ സന്തോഷമുണ്ട്, നിറഞ്ഞ സദസ്സാണ്. രക്ഷിതാക്കൾ വളരെ ഈഗറായി ഇത് കേൾക്കുന്നുണ്ട്. വളരെ നല്ലതാണ്. കാരണം അവസരങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം. ഞാൻ എല്ലായ്പ്പോഴും MGM-ൽ എൻ്റെ പാരൻസിനോട് പറയാറുണ്ട്, നിങ്ങൾ പലപ്പോഴും ഒരു പുതിയ സാരി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ചുരിദാർ എടുക്കുമ്പോൾ അതെടുത്തിട്ട് പ്രൊഫൈൽ പിക്ചർ മാറ്റും. ഞാൻ എൻ്റെ രക്ഷിതാക്കളോട് പറയുന്ന എപ്പോഴും ഒരു കാര്യമുണ്ട്, നിങ്ങളൊരു പുതിയ ബുക്ക് വാങ്ങിച്ചിട്ട് കുട്ടിക്ക് കൊടുക്കൂ, എന്നിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ മാറ്റും. പ്രൊഫൈൽ പിക്ചർ മാറ്റുമ്പോൾ പുതിയൊരു ബുക്ക് വാങ്ങിച്ചു കൊടുക്കൂ. കാരണം അവൻ്റെ ജീവിതത്തിൽ കാര്യം നമ്മൾ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഒരു പുതിയ റെഫറൻസ് ബുക്ക് വേണമെന്ന് പാരന്റിനോട് പറഞ്ഞാൽ പാരന്റ് ചോദിക്കും, സ്കൂളിൽ നോട്ട് തരുന്നില്ലേ? സ്കൂളിൽ നോട്ടില്ലേ? ആ ടീച്ചർ എന്തുവാണ് പഠിപ്പിക്കുന്നേ? റെഫറൻസ് ബുക്ക് ചോദിച്ചാൽ അല്ലേ? പക്ഷെ നമുക്ക് പലപ്പോഴും വാങ്ങിക്കുന്ന ഒരു ഡ്രസ്സ് 2 ദിവസം ഇട്ട് കീറിപ്പോകുന്നതിൽ വിഷമമില്ല. പക്ഷെ ഒരു റെഫറൻസ് ബുക്ക് വാങ്ങിക്കൊടുത്താൽ അതിയായ ടെൻഷനാണ്. സത്യത്തിൽ നമ്മൾ രക്ഷിതാക്കൾ കുറേ മാറാനില്ലേ? ഒരുപാട് മാറാനില്ലേ? നമ്മുടെ കുട്ടികളെ ചെറുതായിട്ട് തളച്ചിടുന്നതിൽ, നീ ആ നോട്ട് പഠിച്ചാൽ മതി, നീ ഒന്നും വായിക്കണ്ട എന്ന് പറയുന്നതിൽ നമുക്ക് വലിയ ഉത്തരവാദിത്വമില്ലേ? സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിൽ മാറ്റം വരണം. വളരെ നമ്മളെപ്പോഴും, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മുടെ കേരളത്തിലുള്ള രക്ഷിതാക്കൾ പ്രത്യേകിച്ച് ആദ്യം നോക്കുന്നത് സ്കൂൾ വിദ്യാഭ്യാസത്തിലുള്ള ചിലവ് കൂടരുത്. അതിനുശേഷം MBBS സ്വപ്നം കാണുമ്പോൾ 1.5 കോടി രൂപ കൊടുത്ത് മാനേജ്മെന്റ് സീറ്റ് വാങ്ങും, അല്ലെങ്കിൽ ഉക്രൈനിലേക്ക് 80 ലക്ഷം രൂപ കൊടുത്ത് അയക്കും. പക്ഷെ സ്കൂളിൽ ചിലപ്പോൾ ഒരു മാസം 1000-ഓ 2000-ഓ കൂടി ആഡ് ചെയ്താൽ പുതിയൊരു ക്വാളിറ്റി കുട്ടിയിൽ ചെറുതിലേ ബിൽറ്റ് ചെയ്ത് കൊണ്ടുവരാം, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. അതവൻ്റെ ഫ്യൂച്ചറിൽ അവന് കോൺഫിഡൻസ് നൽകും. പക്ഷേ പാരന്റ് ഇതിന് പരിശ്രമിക്കുന്നത് പലപ്പോഴും ലാസ്റ്റ് മൊമെന്റിലാണ്. ഇത് റിസൾട്ട് കൊണ്ടുവരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഉണ്ടോ? വിദേശത്ത് MBBS ഒക്കെ ചെയ്യാൻ പോയാലുള്ള അവസ്ഥ എന്താ? ഇവിടെ 5.5 കൊല്ലം കൊണ്ട് തീരുന്നത് അവിടെ 6.5 കൊല്ലം. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ടെസ്റ്റ് എഴുതണം. 15% പേർക്ക് ടെസ്റ്റ് വിജയിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ വർഷങ്ങളെടുക്കും ഇതൊന്ന് എഴുതി പാസ്സാവാൻ. അതിനുശേഷം ഇവിടെ വീണ്ടും 1 കൊല്ലം ഹൗസ് സർജൻസി ചെയ്തു വേണം MBBS-ന്റെ സർട്ടിഫിക്കറ്റ് കയ്യിൽ വാങ്ങാൻ. എന്തോരം ബുദ്ധിമുട്ടാണ് നമ്മൾ ആലോചിക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത്, ട്രിവാൻഡ്രം ബ്രൈറ്റ് ഇന്റഗ്രേറ്റഡ് സ്കൂളിംഗ്, ഞങ്ങളുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീം വിദ്യാർത്ഥികളുമായി അടുത്തു നിന്നുകൊണ്ട് കുറേ അധികം കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ലോവർ ക്ലാസ് മുതൽ, എസ്പെഷ്യലി വി ആർ ടാർഗറ്റിംഗ് ഫ്രം 6th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ്. ക്യാച്ച് ദം യങ്, ചെറുതിലേ പിടിക്കുക. 6ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി അക്കാഡമിക്കൽ എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യാം, അത് കുട്ടികളുടെ ക്വാളിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. അതിന് കുറേ അധികം കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നാണ് മാത്ത്ലെറ്റ്. ഇനിയും പുതിയ പ്രോഗ്രാംസ് വരുന്നുണ്ട്. ലിറ്റ്മസ് പോലുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഉസ്താദ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച വീഡിയോ ക്ലാസ്സസ് ഉണ്ട്. അതിന് ഞങ്ങൾ സ്റ്റഡി കോർണർ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള കുറേ അധികം ഇവന്റ്സ് വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും നിങ്ങൾ രക്ഷിതാക്കൾ ഈ അവസരങ്ങളെ കുറിച്ചെല്ലാം അറിയണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു കുട്ടി +2 എക്സാം കഴിഞ്ഞാൽ 42 എൻട്രൻസ് പരീക്ഷ എഴുതാം. ഒരു കുട്ടിക്ക് 42 എൻട്രൻസ് പരീക്ഷ എഴുതാം എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും ടോപ്പേഴ്സിനെ അവരെന്ത് ചെയ്യുന്നുണ്ട്? സെർച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് അവസരം നഷ്ടമാകുന്നത്. നിങ്ങൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ. ഞങ്ങളുടെ ഓഫീസ് ഇവിടെ KMJ-യുടെ പള്ളിയോട് ചേർന്നുണ്ട്. നിങ്ങൾ സൗകര്യപൂർവ്വം, ഞങ്ങൾ അതിൻ്റെ നമ്പർ തരാം, നിങ്ങൾ അവിടേക്ക് വരിക. വിളിച്ചതിന് ശേഷം വരിക. ഷുഹൈബ് സാർ അവിടെ ഉണ്ടാവും, നമ്മുടെ കരിയർ ഗൈഡ്. അദ്ദേഹത്തിനോട് സംസാരിച്ചാൽ എല്ലാ കാര്യങ്ങളും കിട്ടും. അതോടൊപ്പം നെക്സ്റ്റ് അക്കാഡമിക് ഇയറിലും ഈ വെക്കേഷനിലും ആയിട്ട് തന്നെ KMJ-യിലെ വിദ്യാർത്ഥികളുടെ ലിറ്റ്മസ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഓരോ വിദ്യാർത്ഥിയും എവിടെ നിൽക്കുന്നു എന്നുള്ളത് നോക്കും. അതിനനുസരിച്ച് പാരന്റുമായി സ്പെഷ്യൽ മീറ്റിംഗ് ഒക്കെ വെക്കേഷന് കണ്ടക്ട് ചെയ്യും. അപ്പോഴും നിങ്ങൾക്ക് കുട്ടികളെ കുറിച്ചൊരു വ്യക്തമായ ധാരണ കിട്ടും. കാരണം ഇപ്പോൾ നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചു, KMJ-യുടെ അക്കാഡമിക് ഡയറക്ടറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഈ അവസരങ്ങളെല്ലാം നിങ്ങൾ ഉപയോഗിക്കുക. വിദ്യാർത്ഥികളുടെ വിജയം ഉറപ്പാക്കുക. കാരണം അവർ കോൺഫിഡൻസോടുകൂടി ഈ ലോകത്ത് നിൽക്കുന്നതാണ്. കാരണം നമ്മൾ എപ്പോഴും തെറ്റായി ചില കാര്യങ്ങൾ ധരിക്കാറുണ്ട്. ഡിഗ്രി കഴിഞ്ഞ് 25 കൊല്ലം PSCക്ക് പോണതിൽ ഒരു വിഷമവും ഇല്ല. പക്ഷെ +2 കഴിഞ്ഞ് 1 വർഷം കുട്ടി റിപ്പീറ്റ് ചെയ്യാൻ പോയാൽ ഉടനെ ചോദ്യം വരും, ഈ കുട്ടിയെ ഇനി എന്ത് ചെയ്യും?
പലരും 20-ാമത്തെ വയസ്സിൽ പഠിച്ചു കഴിഞ്ഞിട്ട് 35 വയസ്സ് വരെ PSC എഴുതിയിട്ട് കിട്ടാത്തവരുണ്ട്. അവരും എഴുന്നേറ്റെന്ന് ചോദിക്കുന്നത് +2 കഴിഞ്ഞ് 1 വർഷം റിപ്പീറ്റ് ചെയ്താൽ കുട്ടിയുടെ 1 വർഷം പോയില്ലേ എന്നാണ്. അതുകൊണ്ട് നമുക്ക് അത്തരം കാഴ്ചപ്പാടുകളിൽ നിന്ന് മാറി അവസരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ഇത്തരം കാഴ്ചപ്പാടുള്ള ട്രസ്റ്റുകൾ നടത്തുന്ന സ്ഥാപനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് വ്യക്തമായി നമ്മുടെ മക്കളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ഒരുമിച്ച് ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.